വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി വിധി പ്രതീക്ഷ നൽകുന്നതെന്ന് മുനമ്പം സമരസമിതി. ചട്ടം 2A സ്റ്റേ ചെയ്യാത്തത് ആശ്വാസകരമാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലാതാക്കി സംസ്ഥാന സർക്കാരിന് ഇനിയും പ്രഖ്യാപിക്കാം. സംസ്ഥാന സർക്കാർ ഉടൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സമരസമിതി പ്രതികരിച്ചു. ജിജീഷ് കരുണാകരൻ മുനമ്പത്ത് നിന്ന് ചേരുകയാണ്. ജിജീഷ്, ഈ സുപ്രീം കോടതി വിധി മുനമ്പത്ത് സമരം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, വഖഫ് ഭേദഗതി നിയമം നമ്മുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കുന്ന ഘട്ടത്തിൽ ആ അർദ്ധരാത്രിയിൽ പോലും മുനമ്പത്തെ ക്രൈസ്തവ സമൂഹം നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടെന്ന് പ്രകടനം നടത്തിയതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അന്ന് വലിയ പ്രതീക്ഷയോടെ നിന്ന മുനമ്പത്തെ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ പിന്നീടൊരു വെല്ലുവിളിയായിട്ടാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയിൽ കൊണ്ട് ഹർജി നൽകിയത്. ഇപ്പോൾ ആ ഹർജി നീക്കിവച്ചിരിക്കുകയാണല്ലോ സുപ്രീം കോടതി. പറയൂ. ഗൗതം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിൽ അതിൽ കാര്യമായ മാറ്റങ്ങളില്ല. പ്രത്യേകിച്ച് 2A വകുപ്പിൽ മാറ്റങ്ങളില്ല എന്നത് തന്നെ വലിയ ആശ്വാസകരമാണ്. മുൻപത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി സൊസൈറ്റി ആക്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ്. അല്പം മുമ്പ് പടക്കം പൊട്ടിച്ചടക്കമാണ് മുൻപത്തെ ഉള്ള ജനങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ ഒരു ആഹ്ലാദത്തിൻ്റെ ഭാഗമായി പങ്കുചേരുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരത്തിൽ തുടക്കം മുതൽ സമരത്തിന് നേതൃത്വം നൽകുകയും ആദ്യാവസാനം സമരത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്ത ഫിലിപ്പ് ജോസഫ് തയ്യിൽ, അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇതിൽ വലിയ തോതിലൊരു ആശ്വാസകരമായ, അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ 2A നമുക്ക് ഗുണകരമാകുമെന്ന കാര്യം പറഞ്ഞതാണ്. അതൊരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുകയാണ്. കോടതിയെ പോലും അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും മുനമ്പത്തുകാർക്ക് ഇന്ന് സന്തോഷിക്കാവുന്ന ഏറ്റവും വലിയൊരു സുദിനങ്ങളൊന്നാണ്. കാരണം സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിധി തികച്ചും ഞങ്ങൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. കാരണം 2A എന്ന് പറയുന്നത് യാതൊരു മാറ്റവും കോടതി ഭാഗികമായുള്ള പല സ്റ്റേകളിലും വന്നിട്ടില്ല. കാരണം ഈ വന്നിരിക്കുന്ന സ്റ്റേ മൂന്നും മുനമ്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലൂടെ പോകണം. അതിൽ പ്രത്യേകം പറയുന്നത് ആ കോടതിയിലിരിക്കുന്ന കേസുകളെ കുറിച്ചാണ്. പക്ഷേ ട്രൈബ്യൂണലിന് ശേഷം മറ്റു മുതിർന്ന കോടതികളിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്. ഇപ്പം ഞങ്ങളുടെ കേസ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനി ഏകരക്ഷ 2A എന്നുള്ളത് ഈ നിയമം വന്നപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളിവിടെ ഈ കണ്ട ഈ കോലാഹലങ്ങൾ മുഴുവനും ഞങ്ങളുടെ സമരസമിതിയിലെ കുറച്ച് അംഗങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. അത് വളരെയേറെ ഞങ്ങളുടെ ഇടയിൽ ദുഷ്പ്രചരണങ്ങളുണ്ടാക്കി. അതിലുപരി ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു വഖഫ് നിയമപ്രകാരം ഒരു പ്രോപ്പർട്ടി കയ്യിലേക്ക് എടുക്കുമ്പോൾ അതിന് പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ടായിരുന്നു. അതൊന്നും പാലിക്കാതെയാണ് വഖഫ് ബോർഡ് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി കയ്യേറിയാൽ അവരുടെ വസ്തുവിവര പട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 2A ഉള്ളിടത്തോളം കാലം 2Aക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് താമസമെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് അതിന് എല്ലാവിധ നന്ദിയും BJP സർക്കാരിനോടുണ്ട്. കാരണം പുതിയൊരു വഖഫ് നിയമ ഭേദഗതി നിയമം ഇവർ പാസ്സാക്കിയില്ലായിരുന്നെങ്കിൽ മുനമ്പം ജനതയുടെ ഗതി കണ്ടവർ ആരും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി തന്നെ മുനമ്പം ജനതയുടെ ഒരു സന്തോഷം, അതിൽ കേന്ദ്ര സർക്കാരിനുള്ള ഒരു പങ്കാളിത്തം തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. കാരണം ഇവിടെ വന്ന് നേരത്തെ കേന്ദ്രമന്ത്രിമാരടക്കം BJPയുടെ മുതിർന്ന നേതാക്കളടക്കം ഈ സമരസമിതി പലവട്ടം സന്ദർശിച്ചിരുന്നു. തുടക്കം മുതൽ ഈ സമരത്തെ മറ്റു സംഘടനകൾ കോൺഗ്രസും CPM എല്ലാം സമരത്തെ കൈയൊഴിഞ്ഞ ഘട്ടത്തിൽ, സമരപന്തലിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത ഘട്ടത്തിൽ BJP നേതാക്കൾ ആദ്യാവസാനം സമരത്തിന് പിന്തുണയുമായി ഉണ്ടായി. മാത്രമല്ല ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വഖഫ് ഭൂമി സംരക്ഷിക്കാൻ ചെയ്യുമെന്ന കാര്യം അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പിന്റെ ഒരു വിജയം. കാരണം കോടതി ചില ഭേദഗതികൾ വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടക്കാല വിധിയിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടി പൂർണ്ണമായ ഒരു സ്റ്റേ ഇല്ല എന്ന് മാത്രമല്ല, വഖഫ് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വിധി, അവർക്ക് ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഈ ബില്ലിന്റെ ഒരു വലിയ ഗുണകരമായ വസ്തുത എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് അല്പം മുമ്പ് ജനങ്ങൾ പടക്കം പൊട്ടിച്ചടക്കം ഈ ഒരു ആഹ്ലാദത്തിന്റെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിന് ശേഷം BJPയിലുള്ള പിന്തുണ വലിയ തോതിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഈ ജനങ്ങളുടെ ഇടയിൽ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടയിൽ. കാരണം നിങ്ങൾ കണ്ടവരാരും BJP സജീവമായിട്ട് നിൽക്കുന്ന എല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിലും പ്രവർത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാരണം വീട് നഷ്ടപ്പെടുന്നവൻ്റെ വേദന നഷ്ടപ്പെടുന്നവന് മാത്രം അറിയുള്ളൂ. ഇപ്പോൾ ഈ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കണതിൽ യാതൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലും കോൺഗ്രസിന് നഷ്ടപ്പെട്ട ആ ഒരു ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി കുറേ കോൺഗ്രസ്സുകാർ കയറി നടക്കുകയാണ് ഇവിടെ. എന്നിട്ട് സംരക്ഷകരെന്ന് വന്നു പറഞ്ഞിരിക്കണം പൈസ. ഇപ്പം എനിക്ക് ഈ ഇതിലൂടെ പറയാനുണ്ട്, ഇപ്പം ഞങ്ങളുടെ സമരസമിതിയുടെ പേരിൽ പിരിവ് നടക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെയുള്ള ചെറായിലുള്ള റിസോർട്ടുകളും പല ആൾക്കാരും ദൈവത്തെ ഓർത്ത് പൈസ കൊടുക്കരുത്. കുടിക്കാനും
ആർമാദിക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ പൈസ പിരിപ്പിക്കുന്നത്. ഒരു കോർ കമ്മിറ്റി എന്നും പറഞ്ഞ ഒരു 4 പേരുണ്ടാക്കി വെച്ചിട്ട് പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ടുവന്ന് കുടിയും ഇതായിട്ട്, പക്ഷേ കുടിക്കുന്നത് ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് നന്നാവുന്നുണ്ട്. കാരണം കുടിച്ചു കഴിയുമ്പോൾ സകല വിവരക്കേടും വിളിച്ചു പറയണ ഞങ്ങൾ ഈ കാര്യങ്ങൾ രഹസ്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, മുനമ്പം സമരസമിതി അല്ല, മുനമ്പം ജനതയുടെ ഒരു ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ആരും സമരസമിതിക്ക് 10 പൈസ കൊടുക്കരുത്. സമരസമിതി എന്ന് പറഞ്ഞ് പല ആൾക്കാരും നടക്കുന്നുണ്ട് പിരിവ്, അത് ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്. അത് ചതിയാണ്, കുടിക്കാനും തിന്നാനും വേണ്ടി മാത്രമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ സമരസമിതിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കാര്യങ്ങൾ കൂടിയാണ് ഫിലിപ്പ് ജോസഫ് തയ്യിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും വലിയ തോതിലുള്ള ഒരു ആഹ്ലാദ നിമിഷങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ല് അത് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായി മാറിയത് എന്ന് നേരത്തെ അറിയാത്ത ആളുകൾക്ക് മുന്നിൽ അതിന്റെ ഒരു ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി വിധി പ്രതീക്ഷ നൽകുന്നതെന്നാണ് മുനമ്പം സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത്. ചട്ടം 2A സ്റ്റേ ചെയ്യാത്തത് വളരെ ആശ്വാസകരമാണ്. മുനമ്പത്തെ വഖഫ് ഭൂമി അല്ലാതാക്കി ഇനിയും സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നും സർക്കാർ വളരെ വൈകാതെ തന്നെ ഇത്തരം ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുനമ്പം സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നു. മുനമ്പത്ത് നിന്ന് ജിജീഷ് കരുണാകരനാണ് തത്സമയം ചേർന്നത്.